വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. സ്നേഹനിധികളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ വെഡ്ഡിങ് ഫംഗ്ഷന് പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ 2024 ലാസ്റ്റ് വെഡ്ഡിങ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ചെന്നതും അവിടെ വെൽക്കം ഡ്രിങ്ക്സ് നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. കുറേ വെറൈറ്റി ടൈപ്സ് ഉണ്ടായിരുന്നു. ഞാൻ വാട്ടർ മിലനാണ് ചൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ നേരെ ഈ ഹാളിലേക്ക് പോയി. കൊടുങ്ങല്ലൂരുള്ള ദർബാർ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ്. മുസ്ലിം വെഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ചടങ്ങുകളൊന്നും അത്ര നിശ്ചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ബ്രൈഡൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെയുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ഏരിയയിലേക്ക് പോയി. ഫുഡ് മുസ്ലിം വെഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണല്ലോ. ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഫുഡ് ഉണ്ടായിരുന്നു. ഡ്രിങ്ക്സ് തന്നെ, ചായകൾ, ജ്യൂസുകൾ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വെഡ്ഡിങ്ങിന് പോയപ്പോൾ ഏറ്റവും ശ്രദ്ധിച്ചൊരു കാര്യം ഈ കാറ്ററിംഗ് സർവീസുകാരെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല സർവീസായിരുന്നു. ഇവർ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ഒരു തിരക്ക് ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ച് മാക്സിമം സെപ്പറേറ്റ് കൗണ്ടറുകളായിട്ട് ചെയ്ത് എല്ലാ സീറ്റ് ഫില്ലാക്കി വളരെ കൃത്യതയോടു കൂടിയാണ് കേട്ടോ അവർ കാര്യങ്ങൾ ചെയ്തിരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവരുടെ പേര് മെൻഷൻ ചെയ്യാനായിട്ട് സത്യം പറയാനോ മറന്നു പോയിട്ടാണ്. ആ പേര് എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല. പക്ഷേ നല്ല കാറ്ററിംഗ് സർവീസാണ്. ഫുഡും ഒന്നും പറയാനില്ല, അത്രയ്ക്ക് നല്ല. നമ്മുടെ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ആയിരുന്നു. മട്ടനാണ് ട്രൈ ചെയ്ത്, മീറ്റും മസാലയും ഒക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്ന ഡെസേർട്ട്സിൻ്റെ ഏരിയയിലേക്കായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് പായസം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഐസ്ക്രീംസ്, കസ്റ്റാർഡ്സ്, ജിലേബി, പിന്നെ ഹൽവാസ്, അങ്ങനെ പല ടൈപ്സ് സ്വീറ്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അത്രയൊരു ഐസ്ക്രീം പേഴ്സൺ അല്ല. സോ ഞാൻ കസ്റ്റാർഡും ജിലേബിയും പിന്നെ നമ്മുടെ ഹൽവയാണ് എടുത്തത്. അതിലെനിക്ക് കസ്റ്റാർഡും ഹൽവയും ഒന്നും പറയാനില്ല, അടിപൊളി. കസ്റ്റാർഡ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അടിപൊളിയായിരുന്നു. പിന്നെ അത് നമ്മുടെ അച്ഛനും അമ്മയും ആദിമോനും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ആദിമോന് ഐസ്ക്രീം ഒരു സാധനം മാത്രം മതി, അവന് തന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് ആൾക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൊടുക്കാതെ ഇരിക്കുകയായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ പബ്ലിക് ഏരിയയിൽ നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവൻ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്ക് വന്നു. അപ്പോഴേക്കും ബ്രൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഫംഗ്ഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും ഒക്കെ. രണ്ടാളും അടിപൊളിയായിരുന്നു. രണ്ടുപേർക്കൊരു അടിപൊളി ഹാപ്പി മാരീഡ് ലൈഫൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ 2 ഫാമിലി പിക്സും കൂടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ.